ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ബ്രദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കല്യാണമൊക്കെ കഴിഞ്ഞ് പാലക്കാട് പോയ സമയത്ത് അവിടെ നിന്നാണ് നല്ല ദോശയും സാമ്പാറും ചട്നിയും ഇഡ്ഡലിയും ഒക്കെ കഴിച്ചത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ അവൻ പറയാറുണ്ട്, നീ എന്താ പറയുക, പോകുന്നതിന് മുന്നേ ഒരു തവണ ദോശ, ഞാൻ മിക്കവാറും മസാല ദോശ ഉണ്ടാക്കാറില്ല, എന്നും മസാല ദോശ ഉണ്ടാക്കിയിട്ടില്ല, പകരം ദോശയും 2 ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റപ്പോഴുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. എന്ത് മഴ പെയ്തേ നോക്ക്, മുറ്റം നിറച്ച് വെള്ളം. രാത്രി അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ മാവൊക്കെ തലേന്ന് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉമ്മയ്ക്കൊരു 3 ദിവസം ദോശ ചൂടാനുള്ള മാവുണ്ട്. കാരണം നമ്മൾ അത്രയും കുറച്ച് പേരല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വളരെ കുറച്ച് മാത്രം, നമുക്ക് ഇന്നത്തെ ആവശ്യത്തിനുള്ള മാത്രം എടുത്തിട്ട് വേറെ, അതായത് നമ്മളതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയല്ലേ, അപ്പോൾ ഒന്നായിട്ട് കലക്കി കോളാക്കണ്ട വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ദോശ ഇവിടെ ചുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ അവന് കൊടുക്കാനുള്ള ദോശ അവൻ എണീച്ചിട്ട് മാത്രമേ ചുടാറുള്ളൂ. അപ്പോൾ ചൂടോടെ കഴിക്കാനുള്ള രസം ഉണ്ടാവുക. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം അവൻ എണീക്കാനുള്ള സമയമായി, കാരണം ഞാൻ തന്നെ എണീറ്റ് വന്നപ്പോൾ 8 മണിയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന നെയ്യ്. നല്ല അസൽ നാടൻ നെയ്യാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന എന്താ പറയുക നെയ്യ് പോലെയല്ല ഇത്, നമ്മൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് വാങ്ങുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ സാധനത്തിന്. അപ്പോൾ ഞാൻ ദോശയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ പറയുക, ഇത് ഞാൻ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പുറത്ത് നല്ല മഴ. അപ്പോൾ അങ്ങനെ ചുമ്മാ 1-2 വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ട് എടുത്തതാണ്. എനിക്ക് സാധാരണ ഇങ്ങനെ മഴ പെയ്ത് രാവിലെ തന്നെ എണീക്കുമ്പോൾ മഴ പെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് നല്ല വെയിലറച്ച് അങ്ങനത്തെ ദിവസങ്ങളാണ് കേട്ടോ എനിക്ക് സാധാരണ ഇഷ്ടം. അപ്പോഴേ എനിക്കൊരു എല്ലാ കാര്യങ്ങൾ ചെയ്യാനൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ദോശ നന്നായിട്ട് മുരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നന്നായിട്ട് ബ്രൗൺ കളറാക്കുന്നുണ്ട്. മസാല ദോശയ്ക്കാണെങ്കിൽ ഇനിയും ബ്രൗൺ ആക്കും. നന്നായിട്ട് എന്താ പറയുക, മുരിഞ്ഞതാണ് മസാല ദോശയ്ക്ക് ഇവിടെ നമ്മൾ കഴിക്കാറുള്ളത്. പിന്നെ എല്ലാം ഞാനിവിടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 2 തരം ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്നിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല. കാരണം എല്ലാം എടുത്ത് കഴിഞ്ഞ് അതൊന്നും എടുക്കാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഷടപടയെന്നാണ് എല്ലാം കുക്ക് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഒരാൾ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും കഴിക്കുന്നത് എന്താ നോക്ക്, ഗുഡ് ഡേ ബിസ്ക്കറ്റ്. അവന് രാവിലെ എണീച്ച് എങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇഷ്ടം. പിന്നെ ദോശയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കുറച്ച് കൺട്രോളിലായതുകൊണ്ട് ഒരു ദോശ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ്. അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ചിരി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെന്നത് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും